നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2 മാസമായി തുടരുന്ന ഇറാൻ യുദ്ധത്തിൽ ഏകപക്ഷീയമായി വിജയം പ്രഖ്യാപിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. ഇത്തരമൊരു പ്രഖ്യാപനത്തോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നതിനെക്കുറിച്ച് US രഹസ്യാന്വേഷണ ഏജൻസികൾ പഠനം നടത്തുന്നതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ദീർഘകാലമായി നിലനിൽക്കുന്ന ഇറാൻ-അമേരിക്ക സംഘർഷത്തിൽ നിർണായക വഴിത്തിരിവാകാൻ സാധ്യതയുള്ള പ്രസ്താവനയാണ് US പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ തങ്ങൾ സമ്പൂർണമായും തകർന്നുവെന്ന് ഇറാൻ അറിയിച്ചു എന്നും അതിനാൽ യുദ്ധത്തിൽ തങ്ങൾ വിജയിച്ചതായി പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക ആരംഭിച്ചുവെന്നുമാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. ഹോർമുസ് മേഖലയിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ എത്രയും വേഗം നീക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായും ട്രംപ് കുറിച്ചു. തകർച്ചയുടെ വക്കിലാണെന്നും ഹോർമുസ് തുറന്നു നൽകണമെന്നും ഇറാൻ USനോട് അപേക്ഷിച്ചതായാണ് ട്രംപ് പറഞ്ഞത്. ടെഹ്റാൻ നേതൃദാരിദ്ര്യം അനുഭവിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഹോർമുസ് തുറക്കണമെന്ന ഏത് മാർഗത്തിലൂടെയാണ് ഇറാൻ ആവശ്യപ്പെട്ടതെന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല. തകർച്ചയുടെ വക്കിലാണെന്ന് ഇപ്പോൾ ഇറാൻ ഞങ്ങളെ അറിയിച്ചു. എത്രയും വേഗം ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അവർ നേതൃത്വ പ്രശ്നവും അനുഭവിക്കുന്നുണ്ട്, ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ലോകത്തെ പ്രധാന കപ്പൽപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് ആഴ്ചകളായി അടഞ്ഞുകിടക്കുകയാണ്. ഹോർമുസ് വഴി ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള ചരക്കുനീക്കം തടയാനും ടെഹ്റാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കാനുമാണ് US ഉപരോധം പ്രഖ്യാപിച്ചത്. US ഉപരോധം പിൻവലിക്കുന്നതുവരെ ഹോർമുസ് തുറക്കില്ലെന്ന് ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഇറാൻ US രണ്ടാം ഘട്ട ചർച്ചകളുടെ മുന്നോടിയായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വീണ്ടും പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ എത്തുമെന്ന് റിപ്പോർട്ട്. വെള്ളിയാഴ്ച രാത്രി അരാഗ്ചി പാകിസ്ഥാനിൽ എത്തിയേക്കുമെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ ഈ വാർത്തകൾക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭ്യമായിട്ടില്ലെങ്കിലും അമേരിക്കയുടെ ഈ നീക്കത്തെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെയുള്ള ലോകത്തെ പ്രമുഖ വിഭാഗങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ട്രംപിന്റെ കുറിപ്പുകൾ ഗൗരവകരമാണെങ്കിലും ഇരു രാജ്യങ്ങളുടെയും ഔദ്യോഗിക പ്രതിരോധ മന്ത്രാലയങ്ങൾ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഇതിനോടൊപ്പം അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ലഭിക്കുന്ന വിവരങ്ങൾ എത്രത്തോളം കൃത്യമാണെന്ന കാര്യത്തിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആശങ്ക പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും ജോയിന്റ് ചീഫ് ചെയർമാൻ ഡാൻ കെയ്നും യുദ്ധഗതിയെക്കുറിച്ച് നൽകുന്ന റിപ്പോർട്ടുകളിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്നാണ് JD വാൻസ് സംശയിക്കുന്നത്. അമേരിക്കൻ സേന ശക്തമായി പോരാടുന്നുണ്ട് എന്നും ഇറാന്റെ സൈനിക ശേഷി ഗണ്യമായി കുറഞ്ഞുവെന്നുമാണ് പീറ്റ് ഹെഗ്സെത്ത് പരസ്യമായി അവകാശപ്പെടുന്നത്. ആയുധശേഖരം ആവശ്യത്തിനുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നു. എന്നാൽ പ്രസിഡന്റിന് മുന്നിൽ കാര്യങ്ങൾ അമിത ആത്മവിശ്വാസത്തോടെയാണോ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് വാൻസ് സംശയിക്കുന്നുണ്ട്. ഭരണകൂടത്തിനുള്ളിൽ പരസ്യമായ കലഹമുണ്ടാക്കാതെ തന്റെ വ്യക്തിപരമായ ആശങ്കകളായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ഉന്നയിച്ചത്. മിസൈൽ ശേഖരത്തിൽ ഉണ്ടാകുന്ന കുറവാണ് വാൻസിനെ പ്രധാനമായും അലട്ടുന്ന മറ്റൊരു ഘടകം. നിലവിലെ ഇറാൻ യുദ്ധത്തിനായി ആയുധങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് ഭാവിയിൽ ചൈന, വടക്കൻ കൊറിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാനുള്ള അമേരിക്കയുടെ ശേഷിയെ ബാധിക്കുമോ എന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. ഇറാന്റെ വ്യോമാതിർത്തിയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്ന അവകാശവാദങ്ങൾക്കിടയിലും ആഭ്യന്തര ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത്. ഇറാന്റെ വ്യോമസേനയുടെ വലിയൊരു ഭാഗവും മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങളും ഇപ്പോഴും സുരക്ഷിതമാണെന്ന് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ശേഷിയുള്ള ഇറാന്റെ നാവിക കരുത്തും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിന്റെ ആശയവിനിമയ ശൈലി ട്രംപിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ളതാണെന്ന് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നു. ടെലിവിഷൻ രംഗത്തെ ഹെഗ്സെത്തിന്റെ മുൻ പരിചയം ട്രംപിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. ഈ മിടുക്ക് ഉപയോഗിച്ച് യുദ്ധത്തിന്റെ വിജയഗാഥകൾ പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തുമ്പോൾ മറുവശത്ത് വൈസ് പ്രസിഡന്റ് വാൻസിനെ പോലുള്ളവർ യുദ്ധത്തിന്റെ യഥാർത്ഥ വശങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ചും ആശങ്കാകുലരാകുകയാണ്. ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധത്തിന് ശേഷം ഏപ്രിൽ 8-ന് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും സാമ്പത്തികമായി സുപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കാൻ സാധിച്ചിട്ടില്ല. ഇത് ലോകമെമ്പാടും എണ്ണവില വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഇറാന്റെ സൈനിക രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ വീണ്ടും വ്യോമാക്രമണം നടത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നേരിട്ടുള്ള കരയുദ്ധത്തിന് ഇപ്പോൾ സാധ്യത കുറവാണെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. അമേരിക്കൻ ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു കരാറിൽ മാത്രമേ ഏർപ്പെടുകയുള്ളൂ എന്നും ഇറാനെ ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കാൻ അനുവദിക്കില്ലെന്നും വൈറ്റ് ഹൗസ് വക്താവ് അന്ന കെല്ലി വ്യക്തമാക്കി.
അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ അമേരിക്കയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ എത്തി. ഇറാനിയൻ കപ്പലുകൾ അമേരിക്ക നിയമവിരുദ്ധമായി പിടിച്ചെടുക്കുന്നത് കടൽ കൊള്ളയാണെന്ന് ആരോപിച്ച് ഇറാൻ UN-ന് ഔദ്യോഗിക പരാതി നൽകിയിരിക്കുകയാണ്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും രക്ഷാസമിതി അംഗങ്ങൾക്കുമാണ് ഇറാന്റെ UN പ്രതിനിധി അമീർ സയ്യിദ് ഇറവാനി കത്തയച്ചത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അധിനിവേശം അവസാനിപ്പിക്കാതെ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രയേലും അമേരിക്കയും ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാൽ മാത്രമേ ഹോർമൂസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകളുടെ സഞ്ചാരം പുനരാരംഭിക്കുന്നത് പരിഗണിക്കൂ എന്ന് ഇറാൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ റസ തലായ്നിക് പറഞ്ഞു. ഇറാന്റെ സുരക്ഷയെ ബാധിക്കാത്ത പ്രോട്ടോകോളുകൾ പാലിച്ചാൽ മാത്രമേ ഇതിന് അനുമതി നൽകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം അമേരിക്കയുമായി വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇപ്പോഴും യുദ്ധാവസ്ഥയിൽ തന്നെ തുടരുകയാണെന്നാണ് ഇറാനിയൻ സൈന്യം മുന്നറിയിപ്പ് നൽകുന്നത്. US നാവികസേന ഉപരോധം ഏർപ്പെടുത്തിയ ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണെന്നും സൈന്യം അവകാശപ്പെട്ടു. ശക്തമായ തിരിച്ചടിക്കായി ഇറാൻ സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകൾ തുടരുകയാണെന്നും മിസൈലുകളും മറ്റ് യുദ്ധോപകരണങ്ങളും ലക്ഷ്യസ്ഥാനങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഇറാൻ സൈനിക വക്താവ് അമീർ അക്രമിനിയ പറഞ്ഞു. ഏത് നിമിഷവും തിരിച്ചടി നൽകാൻ രാജ്യം സജ്ജമാണെന്നാണ് ഇതിലൂടെ ഇറാൻ നൽകുന്ന സൂചന. അമേരിക്ക ഇറാനിയൻ കപ്പലുകൾ പിടിച്ചെടുത്ത നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ഇറാന്റെ വാദം. കടൽ മാർഗമുള്ള വ്യാപാരം സ്തംഭിപ്പിച്ചതോടെ ആഗോള എണ്ണ വിപണിയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ നടപടികളെ സംയുക്തമായി അപലപിച്ച് ഗൾഫ് രാജ്യങ്ങളും എത്തി. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ നിയമവിരുദ്ധ നടപടികളെ സൗദി അറേബ്യയിൽ നടന്ന ഗൾഫ് സഹകരണ കൗൺസിൽ യോഗം പ്രസ്താവനയിലൂടെ തള്ളിക്കളഞ്ഞു. കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനോ സുരക്ഷിതമായ യാത്രയ്ക്കായി ഫീസ് ഈടാക്കുന്നതിനോ എതിരെ മുന്നറിയിപ്പ് നൽകി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഖത്തർ, ബഹ്റൈൻ ഭരണാധികാരികളും കുവൈറ്റ് കിരീടാവകാശിയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വിദേശകാര്യമന്ത്രിയും പങ്കെടുത്തു. സുരക്ഷയും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യവും യുദ്ധത്തിന് മുൻപുള്ള നിലയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്നവർ ആവശ്യപ്പെട്ടു. ഇതേസമയം ഇറാൻ US രണ്ടാം ഘട്ട ചർച്ചകളുടെ മുന്നോടിയായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വീണ്ടും പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ച രാത്രി അരാഗ്ചി പാകിസ്ഥാനിൽ എത്തിയേക്കുമെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഇറാനിയൻ ജനത അവരുടെ പരമാധികാരത്തിനായി ധീരമായി പോരാടുകയായിരുന്നു എന്ന് റഷ്യൻ പ്രസിഡന്റ് അരാഗ്ചിയോട് പറഞ്ഞു. ഈ വിഷമഘട്ടം തരണം ചെയ്ത് ഇറാൻ സമാധാനം കണ്ടെത്തും. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും റഷ്യ നടത്തുമെന്നും പുടിൻ അരാഗ്ചിയോട് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മലയാളി വാർത്ത ഇൻസൈറ്റ്.